മാന്യമിത്രങ്ങളെ നമസ്കാരം. ഒരു പ്രത്യേക കാര്യം പറഞ്ഞുകൊണ്ട് തുടങ്ങാനാണ് എൻ്റെ ആഗ്രഹം. നമുക്കറിയാലോ, ലോകത്തിൻ്റെ ഏത് കോണിൽ ചെന്നാലും അമ്മ വിളിക്കുന്നത് പോലെ കാതിൽ മുഴങ്ങുന്ന ഒരു സ്വരമുണ്ട്. എന്താണെന്നറിയാമോ? മലയാളം. അല്ലാതെ മറ്റെന്താ? ആ മധുരമായ ഭാഷയ്ക്ക് വേണ്ടിയാണ് നാം ഇന്ന് ഒരു ദിനം മാറ്റിവെച്ചിരിക്കുന്നത്. അത് വെറും അക്ഷരങ്ങളല്ല, നമ്മുടെ സംസ്കാരത്തിൻ്റെ ജീവരക്തമാണ്. എൻ്റെ ആദരണീയരായ ഗുരുക്കന്മാർക്ക്, സ്നേഹം നിറഞ്ഞ സുഹൃത്തുക്കൾക്ക്, പ്രിയപ്പെട്ട കുട്ടികൾക്ക് എൻ്റെ സ്നേഹവന്ദനം. നാം ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത് എന്തിനാ? ഓരോ മലയാളിയുടെയും അന്തരംഗം അഭിമാനപൂരിതമാകണം എന്ന ഉദ്ദേശം കൊണ്ടാണ്. കേരളപ്പിറവിയുടെയും ശ്രേഷ്ഠ ഭാഷാ ദിനത്തിൻ്റെയും ഓർമ്മകൾ പുതുക്കാനായി ലഭിച്ച ഈ അവസരത്തിൽ എൻ്റെ എളിയ വാക്കുകൾ നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവയ്ക്കുകയാണ്. നവംബർ 1 അത് കേവലം ഒരു തീയതി മാത്രമല്ല, കാലം എത്ര കഴിഞ്ഞാലും മലയാളികളുടെ മനസ്സിൽ മായാതെ നിൽക്കുന്ന ഒരു ആത്മാഭിമാനത്തിൻ്റെയും ഐക്യത്തിൻ്റെയും പൊൻവെളിച്ചമാണ് ഈ ദിവസം. 1956 ഭാഷാ ദിനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിച്ചപ്പോൾ നമ്മളൊരു മനസ്സോടൊരു കാര്യം പ്രഖ്യാപിച്ച ഓർമ്മയുണ്ടോ? ഇതൊരു രാജ്യമാണ്. അതിൻ്റെ പേരാണോ കേരളം? കേരളം എന്ന് പറഞ്ഞാൽ തെങ്ങ്, അളം എന്ന് പറഞ്ഞാൽ പ്രദേശം. ഇങ്ങനെയാണല്ലോ കേരളം എന്ന പേര് വരാനുള്ള കാരണം. മലകളും പുഴകളും കായകളും കടലും ചേർന്ന് അതിൻ്റെ ഹരിതഭംഗി, ഹൃദയകാന്തി, സഖ്യനിരകളിൽ കസവ് ചാർത്തിയ മലയാളം, കതിര് വീശുന്ന കേരളം, പോരാഞ്ഞിട്ട് പൊന്നാന ചമയം കൂടി. ഇനി എന്ത് വേണം? ലോകത്തിന് മുമ്പിൽ കേരളം തലയുയർത്തി നിൽക്കുന്നത് അതിൻ്റെ പ്രകൃതി സൗന്ദര്യം കൊണ്ട് മാത്രമല്ല, വിശ്വമാനവികതയുടെയും സഹിഷ്ണുതയുടെയും സഹോദരത്തിൻ്റെയും മഹത്തായ സന്ദേശം പേർന്ന നമ്മുടെ സംസ്കാരം കൊണ്ട് കൂടിയാണ്. ഈ അവസരത്തിൽ നമുക്ക് ഓർക്കാം, കേരളമെന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം. ഈ വരികൾ വെറും വാക്കുകളല്ല, ഓരോ മലയാളികളുടെയും സിരകളിൽ ഓടുന്ന രക്തത്തിൻ്റെ ചൂടാണിത്. വിദ്യാഭ്യാസം, ആരോഗ്യം, സാമൂഹ്യ നീതി തുടങ്ങിയ ഒട്ടേറെ മേഖലകളിൽ ലോകത്തിന് തന്നെ മാതൃകയായ മണ്ണാണിത്. നിഷേധിക്കാനാവുമോ? എല്ലാ മതസ്ഥരും എല്ലാ രാഷ്ട്രീയ ചിന്താഗതിക്കാരും ഒരു മനസ്സോടെ കഴിയുന്ന ഈ നാടിനെ ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നല്ലാതെ മറ്റെന്ത് വിളിക്കാനാണ്? ഇനി കേരളത്തിൻ്റെ ഹൃദയത്തുടിപ്പായ മലയാള ഭാഷയെക്കുറിച്ച് നമുക്ക് ഈ അവസരത്തിൽ ഓർക്കാം. ഓർത്തേ പറ്റൂ, കാരണം ഭാഷാ ദിനമാണ്. 2013 നമ്മുടെ ഭാഷയ്ക്ക് ശ്രേഷ്ഠ പദവി ലഭിച്ച കാര്യം നമുക്കറിയാലോ. ഈ അംഗീകാരം നൂറ്റാണ്ടുകളുടെ പഴക്കവും പാരമ്പര്യവും സാഹിത്യ പെരുമയും നമുക്കുണ്ടെന്നതിൻ്റെ സാക്ഷ്യമാണ്. തുഞ്ചത്ത് എഴുത്തച്ഛൻ, അദ്ദേഹം പകർന്നു നിന്ന മധുരമായ മലയാളം, അത് കേവലം ആശയവിനിമയത്തിനുള്ള ഒരു ഉപാധി മാത്രമല്ല, പിന്നെന്താ, നമ്മുടെ സംസ്കാരത്തിൻ്റെയും പൈതൃകത്തിൻ്റെയും വരും തലമുറയ്ക്ക് കൈമാറാനുള്ള സ്വർണ്ണ താക്കോൽ കൂടിയാണ്. മറ്റു ഭാഷകളെ ബഹുമാനിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ കാര്യം പറയുന്നത്. നമുക്കറിയാം, മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാരാണ്. മർത്തിന് പെറ്റമ്മ തൻ ഭാഷ തന്നെ, വള്ളത്തോൾ പാടിയതുപോലെ. മാതൃഭാഷയാണ് നമ്മുടെ ഉയരും ഊർജവും. ഏത് ദേശത്ത് പോയാലും നമ്മുടെ വേരുകൾ ഉറപ്പിച്ച് നിർത്തുന്ന ശക്തിയാണിത്. എന്നാൽ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ഇന്നത്തെ ലോകത്ത് പലപ്പോഴും മാതൃഭാഷയ്ക്ക് അർഹിക്കുന്ന സ്ഥാനം നൽകാൻ നമ്മൾ വൈമുഖ്യം കാണിക്കുന്നു. മറന്നു പോകുന്നുണ്ടോ? നമ്മുടെ കുട്ടികൾക്ക് മലയാളത്തിൻ്റെ മാധുര്യം പകരാൻ നമ്മൾ ശ്രമിക്കാറുണ്ടോ? അവിടെയാണ് ശ്രേഷ്ഠ ഭാഷാ ദിനത്തിൻ്റെ പ്രാധാന്യം. മലയാളത്തെ നെഞ്ചോട് ചേർക്കണം. വീട്ടിലും വിദ്യാലയങ്ങളിലും പൊതുവിടങ്ങളിലും
നമ്മൾ മലയാളത്തെ സ്നേഹിക്കണം. നമ്മുടെ കവിതകളും കഥകളും സാഹിത്യവും വായിച്ച കുഞ്ഞുങ്ങൾ വളരട്ടെ. അക്ഷരമാല പഠിക്കുന്നത് ഒരു ഭാരമായിട്ടല്ല, മറിച്ച് ഒരു സാംസ്കാരിക ദൗത്യമായി നമ്മൾ ഏറ്റെടുക്കണം. പ്രിയപ്പെട്ടവർ, ഞാൻ പറയുന്നതിൻ്റെ ചുരുക്കം, കേരള പിറവി നൽകുന്നത് പുതിയൊരു ആരംഭമാണ്. മുന്നോട്ടുള്ള യാത്രയിൽ മലയാളികളെ എന്ന നിലയിൽ നമ്മൾ ചില പ്രതിജ്ഞകൾ എടുക്കണം. കൈ ഇങ്ങനെ പിടിച്ച്, ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ ഭിന്നിക്കാതെ ഒറ്റക്കെട്ടായി നാടിനെ കൂടുതൽ മനോഹരമാക്കും എന്ന പ്രതിജ്ഞ എടുത്തോളൂ. മാതൃഭാഷയെ, മലയാളത്തെ അതിൻ്റെ എല്ലാ മഹിമയോടും കൂടി സംരക്ഷിക്കും, ഇതാണ് പ്രതിജ്ഞ. അത് പ്രചരിപ്പിക്കും, ഇതാണ് പ്രതിജ്ഞ. അതുപോലെ ലോകത്തിന് മാതൃകയായി നമ്മുടെ സൗഹൃദവും സഹവർത്തിത്വവും കാത്തു സൂക്ഷിക്കും. പ്രളയത്തെ അതിജീവിച്ചവരാണ് നമ്മൾ, മോശക്കാരല്ല. ഏത് പ്രതിസന്ധിയിലും ഒരുമിച്ച് നിന്നവരാണ് നമ്മൾ. ആ ആവേശം, ആ അഭിമാനം നമുക്കെന്നും നിലനിർത്താം. എൻ്റെ മലയാളം, എൻ്റെ അഭിമാനം. നിർത്തുന്നു. നന്ദി. ജയ് ഹിന്ദ്.